നമ്മളത് മുസ്ലിമാണ്. നമ്മളത് ജീവിച്ചിരിക്കുമ്പോ ഓതേണ്ടതല്ലേ? അല്ലേ? നമ്മൾ മരിച്ച സമയത്ത് മരിച്ചതിന് ശേഷം മറ്റൊരാൾ നമുക്ക് വേണ്ടി ഓതേണ്ടത് മാത്രമല്ലല്ലോ, ആ ഓതുന്നതിന് പ്രതിഫലമുണ്ട്. ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോ നിങ്ങൾ വേറൊന്നും കരുതണ്ട, ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത കാലാണ്. കാരണം പകുതി കട്ട് ചെയ്ത് യൂട്യൂബില് പിന്നെ ഫേസ്ബുക്കില് ഇത് മരിച്ചതിന് ശേഷം ഓതിയാൽ പ്രതിഫലമുണ്ട്. ഒരു മരണപ്പെട്ട ആൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കർമ്മമാണ് ഖുർആൻ ഓതൽ. പക്ഷേ അപ്പോഴും മരിച്ചു കിടക്കുന്ന നമ്മുടെ ഭാഗത്ത് വന്ന് നമ്മുടെ മക്കൾ ഓതുന്നത് എന്താ? വാപ്പാ ലിയുൻദിറ മൻ കാന ഹയ്യാ, ലിയുൻദിറ മൻ കാന ഹയ്യാ. മരിച്ചു കിടക്കുന്ന വാപ്പാടെ ചാരത്ത് വന്നിട്ട് മക്കൾ ഖുർആൻ ഓതുമ്പോ ആ മക്കൾ ഓതുന്ന വാപ്പേതെന്നറിയോ? വാപ്പാ ലിയുൻദിറ മൻ കാന ഹയ്യാ. ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ അല്ലാഹു തന്നതാണ് വാപ്പാ. ആരാണ് പാരായണം ചെയ്യുന്നത് മരിച്ചു കിടക്കുമ്പോൾ നമ്മോട് പറയുന്നത്? കാരണം യാസീനിന്റെ പ്രത്യേകത ഏതാ? ഞാനിത് പറയാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കരുത്. സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയൊരു മനുഷ്യന് മരണത്തിന് ശേഷം ഓതാൻ കഥിയ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്ത് യാസീൻ. ഇല്ലക്കിനൂ മൗതാക്കും സൂറത്ത് യാസീൻ. നിങ്ങൾ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ യാസീൻ ഓതി ഹദിയ ചെയ്യണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാനൊന്ന് ചോദിക്കട്ടെ, യാസീന്റെ ഇതിവൃത്തമേതാ? മരിച്ചു കിടക്കുന്ന ആളോട് യാസീൻ ഓതി കൊടുക്കുമ്പോ ആ യാസീനോട് പറയുന്നത് ഖബറിനെ കുറിച്ചല്ലല്ലോ, അവിടെ പറയുന്നത് ഹിസാബിനെ കുറിച്ചല്ലല്ലോ, അവിടെ പറയുന്നത് മീസാനിനെ കുറിച്ച് എത്രയോ കഴിഞ്ഞിട്ടാ പറയുക. ആ മരിച്ചു കിടക്കുന്നവന്റെ മുമ്പിൽ നമ്മൾ ഓതുന്നത് ഏതെന്നറിയുമോ? വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദക്കൽ റുജൂനിൽ ഖദീം ലശംസു യംബഗി ലൻ തുദിരികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. നമ്മൾ പറയുകയാണ് വൽഖമറ ഖദ്ദർനാഹു മനാസില. ഈ ചന്ദ്ര നക്ഷത്രാദികൾക്ക് അല്ലാഹു കൃത്യമായൊരു ഭ്രമണപഥം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരിക്കലും സൂര്യൻ പോയി ചന്ദ്രനെ മറികടക്കാറില്ല. രാത്രി പകലിനെ മുൻകടന്നു പോവാറില്ല. ആരോടാണ് പറയുന്നത്? മരിച്ചു കിടക്കുന്നവനോടാണ് പറയുന്നത്. രാത്രി പകലിനെ കടന്നു പോവില്ല. പകല് വരേണ്ട സമയത്ത് രാത്രി വരില്ലടാ, രാത്രി വരേണ്ട സമയത്ത് പകല് വരില്ല മോനെ. മരിച്ചു കിടക്കുന്നവൻ ഇനി എന്ത് പകൽ വെളിച്ചമാണ്? അവന്റെ വെളിച്ചം എന്നേക്കും അണഞ്ഞു പോയല്ലോ. അവന്റെ കണ്ണുകൾ തിരുമ്മി അടക്കപ്പെട്ടല്ലോ. അവൻ വെളിച്ചമില്ലാത്ത ലോകത്തേക്ക് അവന്റെ ദേഹം വിട്ട് ദേഹി പറന്നു പോയല്ലോ. ഇനി അവനോട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? അവനോട് പറയുകയാണ്, മോനെ യാസീന്റെ ഇതിവൃത്തമേടെന്നറിയോ? എന്തിനാണ് യാസീനിലും മരിച്ചവന് വേണ്ടി ഓതുന്ന യാസീനില് അല്ലാഹു സ്വർഗത്ത് അല്ലാഹു ഈ സൂര്യനക്ഷത്രാദി ഗോളത്തെ കുറിച്ച് പറയുന്നതേതെന്നറിയോ? മോനെ, സൂര്യനെ പടയ്ക്കാൻ കഴിവുള്ള റബ്ബിന്, ചന്ദ്രനെ സൃഷ്ടിക്കാൻ കഴിവുള്ള റബ്ബിന്, ഈ ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കാനും പടിഞ്ഞാറസ്തമിക്കാനും കഴിയുന്ന ഈ അല്ലാഹുവിന് നിനക്ക് വേണ്ടി ഒരു സ്വർഗം പണിയാൻ ബുദ്ധിമുട്ടില്ല കേട്ടോ. നിനക്ക് വേണ്ടി ഒരു നരകമൊരുക്കാൻ അല്ലാഹുവിന് പ്രയാസമില്ല. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥമേതെന്നറിയോ? മാറി നിൽക്കടാ തമ്മാടി. വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അതിക്രമം കാണിച്ചവനെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ പരമപ്രധാനമായ ചില സത്യങ്ങൾ പറഞ്ഞ് ഏകനായ അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞിട്ട് ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിയാത്തവനെ, ഈ ഖുർആൻ പഠിക്കാൻ കഴിയാത്തവനെ, മാറി നിൽക്കടാ
ചമ്മാടി എന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ജീവിതത്തിൽ 6 അടി മണ്ണിലെ കടക്കം തേരും മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഖുർആനിനെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം അതിന്റെ അർത്ഥസഹിതം ഒന്ന് വായിച്ചറിയാൻ അർത്ഥത്തിന്റെ അഗാധ തലങ്ങളിലോട്ട് കടന്നു ചെല്ലാൻ നിങ്ങൾ പരിശ്രമിക്കണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അർത്ഥമറിയില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നതെങ്കിലും സഹോദരാ, ഖുർആനിന്റെ അഗാധങ്ങളിലോട്ട് കടന്നു ചെന്നാൽ അർത്ഥമറിയില്ലെങ്കിൽ പോലും ഹൃദയത്തിൽ കൂരമ്പുകൾ പോലെ തുളച്ചു കയറുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അഴുക്കുകളെ കഴുകി വൃത്തിയാക്കി വിമലീകരിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു നടത്തുന്ന ഏറ്റവും വലിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരൊറ്റ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അർത്ഥമറിയണമെന്ന് തന്നെ ഇല്ല. അർത്ഥമറിയാത്തവനെ പോലും കരയിപ്പിച്ച അത്ഭുത ഗ്രന്ഥമാണ് ഖുർആൻ. നജ്ജാശി, ക്രൈസ്തവനായ നജ്ജാശി രാജാവിന്റെ മുമ്പിൽ അബൂ സുഫിയാൻ കടന്നു ചെല്ലുകയാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ആട്ടിയോടിക്കണം, എത്തോപ്യയിൽ നിന്ന് ആട്ടിയോടിക്കണമെന്ന ആവശ്യവുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ തല കൊയ്യാൻ കാത്തിരുന്ന അബൂ സുഫിയാൻ നജ്ജാശി എന്ന ക്രൈസ്തവ രാജാവിന്റെ മുമ്പിലെത്തവേ അവിടെ ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നജ്ജാശി ചോദിച്ചു അബൂ സുഫിയാനോട്, അബൂ സുഫിയാൻ, ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഇന്നലകളുടെ പ്രമാണങ്ങളെ തള്ളിപ്പറയാനും നമ്മുടെ ഇന്നലകളുടെ നാട്ടാധാരങ്ങളെ തള്ളിപ്പറഞ്ഞ ആളാണ് മുഹമ്മദ്. അവനൊരു പുതിയ വേദഗ്രന്ഥം ഖുർആനുമായി വന്നിട്ടുണ്ട്. നജ്ജാശി ചോദിച്ചു, ഖുർആനോ? അതെ, ഖുർആൻ എന്നാണ് അതിന് പേര് പറയുക. ആ ഖുർആനിൽ നിന്നൊരു അല്പഭാഗം നിങ്ങളൊന്ന് പാരായണം ചെയ്യുമോ? ശ്രദ്ധിച്ച് കേൾക്കണം. ആർജവത്തോടെ മുസ്ലിം എന്ന് പറയുന്നവർ നജ്ജാശി എന്ന ക്രൈസ്തവ രാജാവിന്റെ മുമ്പിൽ അബൂ സുഫിയാനിന്റെ പ്രതിബന്ധപ്രകാരം മഹാനായ ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ആ ഖുർആൻ ഒന്ന് പരിചയപ്പെടുത്തിയത്രേ. മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു പാരായണം ചെയ്തതേരെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാഫ് ഹാ യാ ഐൻ സ്വാദ്. പൂർണ്ണ അർത്ഥമില്ലാത്ത 5 അക്ഷരങ്ങൾ, അറബി ഭാഷയിൽ അതേവരെ അവരെ സംസാരിച്ചു കൊണ്ടിരുന്ന 5 അക്ഷരങ്ങൾ. കാഫ് ഹാ യാ ഐൻ സ്വാദ്. അർത്ഥം എന്തെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത 5 അക്ഷരങ്ങളിലൂടെ ജഅഫർ റളിയല്ലാഹു തആല എന്ന നാവിലൂടെ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടപ്പോ ഇത് കേട്ട ക്രൈസ്തവ രാജാവായ നജ്ജാശിയുടെയും തൗറാത്തിൽ അവഗാഹ പാണ്ഡിത്യമുള്ള 100 കണക്കിന് പണ്ഡിതന്മാര് പരന്നിരിക്കുന്ന ആ രാജസദസ്സിൽ ഈ ശബ്ദം കേട്ടപ്പോ നജ്ജാശിയുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങിയത്രേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഏത് അർത്ഥം മനസ്സിലാക്കിയിട്ടാണ്? അർത്ഥമറിയാത്ത 5 അക്ഷരങ്ങൾ കേട്ടപ്പോൾ തന്നെ ക്രൈസ്തവ രാജാവായ നജ്ജാശിയുടെ കവിൾത്തടത്തിന്റെ ഓരങ്ങളിൽ കണ്ണുനീര് തുള്ളികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരാണ് മഹിലൻ ഹദാകല്ലദീ അഅതാക നാഫിലത്തുൽ ഖുർആനി ഫീഹി മവാഇദു വതഫ്സീലു ലഹാ മആനിൻ